ഇറാന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ അമേരിക്ക കൈകടത്തുന്നതിനെതിരെ രൂക്ഷ വിമർശനവുമായി ചൈന രംഗത്ത്. ആഭ്യന്തര യുദ്ധം തുടരുന്ന ഇറാനിൽ ആക്രമണം നടത്തുമെന്ന അമേരിക്കൻ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ചൈനയുടെ പ്രതികരണവും എത്തിയത്. മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നതിനെ ഞങ്ങൾ എല്ലായ്പ്പോഴും എതിർക്കുന്നവരാണ്. എല്ലാ രാജ്യങ്ങളുടെയും പരമാധികാരവും പ്രാദേശിക സമഗ്രതയും ബഹുമാനിക്കപ്പെടണമെന്ന് എല്ലാ കക്ഷികളോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ് പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ബലപ്രയോഗത്തിലൂടെയുള്ള കടന്നുകയറ്റങ്ങളെയോ അത്തരം ഭീഷണികളെയോ ഞങ്ങൾ എതിർക്കുന്നു. മധ്യേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുലരുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് എല്ലാവരോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നുവെന്നും മാവോ നിങ് കൂട്ടിച്ചേർത്തു. നിലവിൽ തുടരുന്ന ബുദ്ധിമുട്ടുകളും ആഭ്യന്തര പ്രശ്നങ്ങളും മറികടന്ന് ഇറാനിൽ സ്ഥിരത നിലനിർത്താൻ സർക്കാരിന് സാധിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും ചൈന വ്യക്തമാക്കി. ഇറാനിലെ സ്ഥിതിഗതികൾ തന്റെ ഭരണകൂടം വളരെ ഗൗരവമായി നോക്കിക്കാണുന്നുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്ക് പിന്നാലെയാണ് ഇറാനെ പിന്തുണച്ച് ചൈന രംഗത്തെത്തിയത്. സൈന്യം ഇക്കാര്യം പരിശോധിക്കുകയാണ്. ഞങ്ങൾ ശക്തമായ ചില ഓപ്ഷനുകളും പരിശോധിക്കുന്നുണ്ട്. വൈകാതെ ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുമെന്നായിരുന്നു ഞായറാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞത്. അമേരിക്കയ്ക്കെതിരെ ഇറാൻ ആക്രമണത്തിന് മുതിർന്നാൽ മുൻപൊരിക്കലും ഉണ്ടാക്കാത്ത തരത്തിൽ തിരിച്ചാക്രമണം ഉണ്ടാകുമെന്നും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അതേസമയം രാജ്യത്തിനകത്തും പുറത്തുമുള്ള അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാര ഏജൻസികളാണ് സായുധ കലാപകാരികൾക്ക് പരിശീലനം നൽകിയതെന്ന് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞിരുന്നു. തങ്ങളുടെ ഇതുവരെയുള്ള കണ്ടെത്തലുകളിൽ നിന്നും വിദേശ ഇടപെടൽ, പ്രത്യേകിച്ച് അമേരിക്കക്കാരുടെയും സയനിസ്റ്റുകളുടെയും ഇടപെടലുണ്ടായെന്ന് വ്യക്തമായതായി ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ സമിതി വക്താവ് ഇബ്രാഹിം റസായി പറഞ്ഞിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഇറാനിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ വിമർശിച്ചിരുന്നു. നിലവിലെ സാഹചര്യങ്ങളെ ഭീകരയുദ്ധമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. തീവ്രവാദ ഗ്രൂപ്പുകൾ സർക്കാർ കെട്ടിടങ്ങളും പോലീസ് സ്റ്റേഷനുകളും കടകളും ഒക്കെയാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇറാനിയൻ നയതന്ത്രജ്ഞൻ പറഞ്ഞു. കലാപകാരികൾക്കിടയിൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ചിത്രങ്ങൾ അധികൃതരുടെ പക്കലുണ്ടെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ വീണ്ടും താരിഫ് ആയുധമാക്കാനും ട്രംപ് ഭരണകൂടം ഒരുങ്ങുകയാണ്. ടെഹ്റാനുമായി വ്യാപാര ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്കെതിരെ 25% തീരുവ ചുമത്തുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. വീണ്ടും താരിഫ് ആയുധമാക്കി സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോഴിത് ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുടെ മുകളിലാണ്. ഇതോടെ വ്യാപാര രംഗത്തും ഇറാനെതിരെ കടുത്ത സമ്മർദ്ദമാണ് ട്രംപ് ഉയർത്തുന്നത്. നേരത്തെ ഇറാനിൽ സൈനിക ഇടപെടൽ നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനുമിടയിൽ ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയ സാഹചര്യത്തിലാണ് തീരുവ വർദ്ധിപ്പിച്ച് ഇറാനെ സമ്മർദ്ദത്തിലുമാക്കിയത്. ട്രേഡിംഗ് ഇക്കോണമിക്സ് എന്ന സാമ്പത്തിക ഡേറ്റാബേസിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ ചൈന, തുർക്കി, UAE, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യവും US-മായി നടത്തുന്ന ഏതൊരു ബിസിനസ്സിനും 25% അധിക തീരുവ നൽകേണ്ടി വരും. ഈ ഉത്തരവ് അന്തിമമാണ്, ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നാണ് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. ഡിസംബർ 28 ആരംഭിച്ച ഇറാൻ പ്രക്ഷോഭത്തിൽ ഇതുവരെ 48 പോലീസുകാരടക്കം 546 പേർ കൊല്ലപ്പെട്ടെന്നും 16,000 പേർ അറസ്റ്റിലായെന്നുമാണ് US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. സർക്കാർ കണക്ക് പുറത്തു വിട്ടിട്ടില്ല. ഇന്റർനെറ്റ്, ഫോൺ വിലക്ക് തുടരുന്നതിനാൽ രാജ്യാന്തര മാധ്യമങ്ങൾക്കും വിവരങ്ങൾ ലഭ്യമല്ല. ഇറാനിൽ ഭരണമാറ്റം വേണമെന്നും US ഇടപെടരുത് എന്നും റാലിയിൽ മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.